അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ലീഗ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ്. ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കണം, ഒന്നും ഇല്ലാഞ്ഞിട്ട്. കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട്. കോൺഗ്രസിൽ ഒരു തമ്മിത്തല്ലില്ല. എന്താ തമ്മിത്തല്ലല്? എന്ത് വഴക്കാണ് കോൺഗ്രസിലുള്ളത്? കോൺഗ്രസിൽ എവിടെയെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്ന കോൺഗ്രസിൽ? ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ? എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത്? അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, വേറൊരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഗവൺമെൻറ്റുമായി പോരാടുന്നൊരു വിഷയത്തിൽ, ഞങ്ങൾ ഗവൺമെൻറ്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ സ്റ്റാറ്റ് 6 ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്തല്ലോ. അദ്ദേഹം പറഞ്ഞ സ്റ്റാറ്റ് 6 ശരിയല്ല എന്ന്. അല്ലല്ല, വെയിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞങ്ങൾ എന്താ പറയുക? അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൻ്റെ എക്കോസിസ്റ്റം വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൻ്റെ എക്കോസിസ്റ്റം വാല്യൂ കേരളത്തിൻ്റെ വളരെ മോശമാണ്. $1.7 ബില്യൺ കേരളത്തിൻ്റേത്. 1590 കോടിയാണ്. 170 കോടി US ഡോളർ കേരളത്തിൻ്റെ വാല്യൂ ആകുമ്പോൾ കർണാടകം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാല്യൂ 1590 കോടിയാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഈ ഇക്കോസിസ്റ്റം പറയില്ല, ഈ $1.7 ബില്യൺ ഇതിൽ ഈ $1 ബില്യൺ ഒറ്റ കമ്പനിയുടെ. ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ്. യൂണിക്കോൺ കമ്പനി ആണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ്. യൂണിക്കോൺ കമ്പനിയാണെങ്കിൽ $1 ബില്യൺ വരുമ്പോഴാണ്, അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണിക്കോൺ കമ്പനിയാകുന്നത്. ഈ $1.7 ബില്യൺ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് $1 ബില്യൺ ഒരു കമ്പനിയുടെയാണ്. ബാക്കി എത്രയുണ്ട്? 0.7 ബില്യൺ. 159 ബില്യൺ അവിടുത്തെ കർണാടകത്തിലെ ഈ കണക്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു 254% വളർച്ച. അത് ആരാണ് ആ വളർച്ചയെക്കുറിച്ച് പറഞ്ഞത്? ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത്. ആ കമ്പനിയുടെ ക്ലയൻ്റാണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ. ആണ് അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഇത്. ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. അല്ല, അദ്ദേഹത്തിന് ഉള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. ഞങ്ങളാരും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത്? നിങ്ങളൊരു കാര്യം പറ. ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത്? ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പ്, KPCC പ്രസിഡന്റ്, മുൻ KPCC പ്രസിഡന്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം? ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചില മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വാർത്ത അതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഒരുമിച്ച്. അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല. അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ. അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനും ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ VD സതീശൻ. അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് എതിരല്ല.
അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഈ തിരുവനന്തപുരത്ത്. ഏതെല്ലാം രീതിയിലാണ് ചെയ്തതെന്ന് അറിയാം. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു MP ആണ്, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ. ഞാനത് അന്നേ പറഞ്ഞത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റുണ്ടെന്ന് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലല്ല, വെയിറ്റ് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ്. ആ കണക്ക് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ കണക്ക് അപ്പോൾ പറഞ്ഞ കണക്ക് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ കൃത്യമായ കണക്ക് കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞില്ലേ 2019-21 ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു, 2021-24 ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു. ആദ്യത്തെ കാലഘട്ടത്തേക്കാൾ 254% ഗ്രോത്താണ് സ്റ്റാർട്ടപ്പ് കമ്പനി. ആദ്യത്തെ കാലഘട്ടം ഏതാ? ആദ്യത്തെ കാലഘട്ടം കോവിഡ് കാലഘട്ടം. 0 മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടിയ ആൾക്ക് 4 മാർക്ക് കിട്ടി. 4 മാർക്ക് കിട്ടിയപ്പോൾ എത്ര ശതമാനമാണ്? 300% അല്ലേ? 300% വർധനവ്. ശരിയാണ്.